റോന്ത് ഷാഹി കബീർ രചനയും സംവിധാനവും നിർവഹിച്ച് ദിലീഷ് പോത്തൻ, റോഷൻ മാത്യൂസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ മലയാളം ക്രൈം ഡ്രാമ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ രണ്ട് പോലീസുകാരുടെ ഒരു ദിവസത്തെ ജീവിതമാണ് റോന്ത് എന്ന സിനിമ പറയുന്നത്. ശരിക്കും രണ്ട് പോലീസുകാരുടെ കൂടെ അവരുടെ ജീപ്പിലിരുന്ന് നമ്മൾ പ്രേക്ഷകരും കൂടി ഒരു ചെറിയ ടൗണിലൂടെ റോന്ത് ചുറ്റുന്ന അവസ്ഥ, അതാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. ഒറ്റ വാക്കിൽ നല്ല കിടിലം പടമാണ്. റിയലിസ്റ്റിക് ആണ്, എന്നാൽ സിനിമാറ്റിക്കുമാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. പോലീസ് സ്റ്റോറീസ് ഏറ്റവും ഭംഗിയായിട്ട് എഴുതുന്ന പോലീസുകാരൻ കൂടിയായിരുന്ന ഷാഹി കബീറിന്റെ മറ്റൊരു മികച്ച സ്ക്രിപ്റ്റാണ് റോന്ത്. യഥാർത്ഥ പോലീസുകാരുടെ ജീവിതത്തിൽ നിന്നും ഒരു ഏട് എന്ന് തന്നെ പറയാം. ഒരു ദിവസത്തെ പല ഇൻസിഡൻസിലൂടെ രണ്ട് ക്യാരക്ടേഴ്സിന്റെ മനോഹരമായ പോർട്രയൽ കൂടിയാണ് ഈ പടം. ഒരു കുഞ്ഞു കാര്യം പോലും കഥയിൽ അനാവശ്യമായിട്ട് വരുന്നില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾക്ക് കൂടി അവസാനം ഒരു പേ ഓഫ് വരുന്നുണ്ട്. സോ നല്ല സ്ക്രിപ്റ്റ്, നല്ല പ്രകടനങ്ങൾ, ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഇമോഷണലി നമുക്ക് കണക്ട് ആകുന്ന ഒരു സിനിമയാണിത്. നമ്മൾ പടം കാണുമ്പോൾ അതിന്റെ ആസ്വാദനത്തെ ബാധിക്കാത്ത വിധത്തിൽ സിനിമ അതിൻ്റെതായ രാഷ്ട്രീയം പറയുന്നുണ്ട്. റിയലിസ്റ്റിക് പടമാണെങ്കിലും നമ്മളെ ഒറ്റ മിനിറ്റ് പോലും മുഷിപ്പിക്കുകയില്ല. അതുപോലെ ഡയലോഗ് കേൾക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാകാത്ത രീതിയിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് പോയിട്ടുമില്ല. ദിലീഷ് പോത്തന്റെയും റോഷൻ മാത്യൂസിന്റെയും ഗംഭീരം എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയും നാച്ചുറൽ ആയിട്ടുള്ള പ്രകടനങ്ങളാണ്. യൂണിഫോമിനകത്തുള്ള അല്ലെങ്കിൽ യൂണിഫോമിന് അപ്പുറമുള്ള പച്ചയായ രണ്ട് മനുഷ്യരുടെ ലൈഫ് രണ്ടുപേരും ജീവിച്ച് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ദിലീഷ് പോത്തനൊക്കെ എന്തൊരു നടനാണ്. ഒരു നാഷണൽ അവാർഡൊക്കെ കൊടുക്കേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ പടത്തിൽ എന്ന് പറയാം. നമുക്ക് ശരിക്കും അറിയാവുന്ന ചില പോലീസുകാരുടെ അതേ ഭാവങ്ങൾ, ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻ പോലും അങ്ങനെയാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. യോഹനാൻ എന്ന പുറമെ പരുക്കനായിട്ടുള്ള ഒരു പോലീസുകാരനാണ്, പക്ഷെ അയാളുടെ ഉള്ളിൽ സ്നേഹമുള്ള ഒരു വ്യക്തി കൂടിയാണ്. എല്ലാറ്റിനും പുള്ളിക്ക് പുള്ളിയുടേതായ കാരണങ്ങളുണ്ട്. ഇപ്പൊ ഭാര്യയോടുള്ള പെരുമാറ്റം, റോഷനോടുള്ള പെരുമാറ്റം, ഒരേ സമയം നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ തോന്നും, എന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ബ്രില്യന്റ്ലി ഡൺ ബൈ ദിലീഷ് പോത്തൻ. പുള്ളിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് റോൾ എന്ന് തന്നെ പറയാം. ദിന്നാദ് എന്ന പോലീസ് ഡ്രൈവറായിട്ട് റോഷൻ മാത്യൂസിന്റെയും ശക്തമായ പെർഫോമൻസ് പടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇമോഷണൽ പോർഷനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് റോഷൻ. ഇപ്പോ സത്യസന്ധതയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന്റെ പോക്കും എങ്ങോട്ടാണെന്നുള്ളത് അത്രയും കൺവിൻസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. സലോമിയായിട്ട് വന്ന ലക്ഷ്മി മേനോനും സ്ക്രീൻ സ്പേസ് ഒക്കെ കുറവായിരുന്നെങ്കിലും മികച്ച പെർഫോമൻസ് ആയിരുന്നു. സാധാരണ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കോമഡി ചെയ്യുന്ന പുള്ളിക്കാരുടെ മറ്റൊരു മുഖം ഈ പടത്തിൽ കാണാം, കുറച്ച് സീരിയസ് ആയിട്ടുള്ളത്. കൃഷ കുറുപ്പും അരങ്ങേറ്റം കുറിച്ചത് നന്നായിട്ടുണ്ട്. അരുൺ, നന്ദനുണ്ണി, പിന്നെ സ്റ്റേഷനിലിരിക്കുന്ന മറ്റ് പോലീസുകാരായിട്ട് വന്ന താരങ്ങൾ, അവരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, നോക്കാനുള്ള ടൈമും കിട്ടിയില്ല. എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഇടയ്ക്ക് വെള്ളമൊക്കെ അടിക്കുന്ന ഒരു പോലീസുകാരുണ്ട്, പുള്ളി പൊളിയായിരുന്നു. അതുപോലെ വനിതാ പോലീസുമാരും, മനസ്സിന് അസുഖമുള്ള ആളായിട്ട് വന്ന നടൻ, റോഷന്റെ അമ്മയായിട്ട് വന്ന നടി, എല്ലാവരും. വില്ലന്മാരുടെ സംഘത്തിലുള്ള ഒരു സ്ത്രീ, നടിയുടെ പേര് എനിക്കറിയില്ല, അവരെ തുടക്കത്തിൽ ഒരു സീരിയൽ നിന്നും ഇറങ്ങി വന്ന പോലെയൊക്കെ ഫീൽ ചെയ്തെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബെറ്ററായി. വില്ലൻ ക്യാരക്ടേഴ്സിനോടാണെങ്കിലും നല്ല വെറുപ്പ് തോന്നുന്ന വിധത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മനേഷ് മാധവന്റെ ക്യാമറ, പ്രവീൺ മംഗലത്തിന്റെ എഡിറ്റിംഗ് എന്നിവയും എടുത്തു തന്നെ പറയണം. രാത്രികാല വിഷ്വൽസ് ആണ് പടത്തിൽ കൂടുതലുള്ളത്. അത് കാഴ്ചയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അനിൽ ജോൺസന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. ഇപ്പം ഇമോഷണൽ പോർഷൻസ് ഒക്കെ വേറെ ലെവലാക്കി മാറ്റുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കരുത്താണ്. സൗണ്ട് ഡിസൈനിങ്ങും എടുത്തു തന്നെ പറയണം. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാലേ, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ക്ലൈമാക്സ് ഇങ്ങനെ വേണമായിരുന്നോ എന്ന് എനിക്ക് പേഴ്സണലി ഒരു സംശയം തോന്നി. ഇപ്പോൾ നായാട്ടിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിലും അത്രയും ഹെവി ആയിട്ടുള്ള ഒരു പടമല്ല ഇത്. ഇതിൽ കുറെ ലൈറ്റ് എലമെന്റ്സ് ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, കുറെ നല്ല സിറ്റുവേഷണൽ കോമഡി സിനിമ വരുന്നുണ്ട്, നന്നായിട്ട് വർക്ക് ആയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ട് പോകുന്ന പടമാണ്. പക്ഷേ ഈ പടം ഹെവി ആകും എന്ന് തുടക്കത്തിൽ തന്നെ ഒരു സൂചന തരുന്നുണ്ട് താനും. എങ്കിലും ഇടയ്ക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് പോയത് കൊണ്ട് അത്രയ്ക്ക് ഹെവി ആകില്ലെന്ന് ഞാൻ അങ്ങ് പ്രതീക്ഷിച്ചു പോയി. അതിന്റെ പേഴ്സണൽ പ്രശ്നം മാത്രമാണെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് ഈ പടത്തിൽ വലിയ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല. ആകെ മൊത്തം ടോട്ടലിൽ ഒരു മികച്ച മനോഹരമായിട്ടുള്ള പോലീസ് പ്രൊസീജറൽ ഡ്രാമയാണ്, അല്ലെങ്കിൽ ക്രൈം ഡ്രാമയാണ് റോന്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് നല്ലപോലെ ഇമോഷണലി കണക്ട് ആകുകയും ചെയ്തു. അതുപോലെ റോഷൻ മാത്യൂസിന്റെയും ദിലീഷ് പോത്തന്റെയും ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പടത്തിൽ. സോ പടം നന്നായിട്ട് വിജയിക്കണമെന്ന് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണിത്. ഓവർ റിയലിസ്റ്റിക് ഒന്നുമല്ല, എന്നാൽ റിയലിസ്റ്റിക്കുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇത് പെയ്ഡ് റിവ്യൂ ഒന്നും അല്ല, ഞാൻ മനസ്സിൽ നിന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കുടുംബത്തോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓവർ വയലൻസ് ഒന്നും ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ഈ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. തുടക്കത്തിൽ എഴുതി കാണിക്കുന്നു, ഈ സിനിമയിൽ അഭിനയിച്ച ബാലതാരങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അബ്യൂസോ അല്ലെങ്കിൽ അവരെ ചൂഷണമോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു അഭിനന്ദനം അറിയിക്കേണ്ട രീതിയിലുള്ള ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് തോന്നി. വേറെ പടത്തിൽ അങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്തായാലും ദാറ്റ് വാസ് നൈസ്, കീപ് ഇറ്റ് അപ്പ്. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഞാൻ ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ് പടം കണ്ടത്. 140 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഇന്റർവെല്ലിന് ഒരു കാപ്പി മേടിച്ച് കുടിച്ചപ്പോൾ 70 രൂപ. സാധാരണ ഞങ്ങളുടെ അടുത്തുള്ള വേറെ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ 30 മുതൽ 50 രൂപ വരെയാണ് കാപ്പിക്ക് റേറ്റ്. അപ്പൊ ഞാൻ അത്രേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ പെട്ടെന്ന് 70
കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. ഒരു മെഷീൻ കാപ്പിക്ക് 70 രൂപയെ എച്ച് കണക്ക് പറയുകയല്ല, എന്നാലും ക്യാപ്പുച്ചിനോ ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഈ കൊച്ചി പോലെയുള്ള വലിയ സ്ഥലങ്ങളിലും മൾട്ടിപ്ലക്സുകളിലും ഒക്കെ ഇതിലും റേറ്റ് ആവുന്നൊക്കെ എനിക്കറിയാം. എങ്കിലും സാധാരണക്കാരെ ജീവിക്കാൻ അനുവദിക്കില്ല കേട്ടോ. ഞാനീ അവിടെ നിന്ന് കാപ്പ് കുടിക്കുകയില്ല. അപ്പോൾ അതുകൊട്ടെ, നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ എന്താ പറയാൻ കമന്റിൽ ഏർപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.